ഹായ് ഗെയ്സ്, എന്തെല്ലാം വിശേഷങ്ങൾ? ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായി പൊരിച്ച ഒരു പൂവട റെസിപ്പിയാണ്. പൂവടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ നമുക്കിതില്ലേ ഒന്ന് വെറൈറ്റിയിലാണ് കേട്ടോ. പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലാണ്. നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതിരിക്കാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ശരി, വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി മാവ് തയ്യാറാക്കണം. അപ്പോൾ ഇതിന് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ പൂവട ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മാവ് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയും പത്തിരിക്ക് ഉണ്ടാക്കുമല്ലോ, മാവ് കുഴച്ചെടുക്കില്ല, അതിന് വേണ്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് 2 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക്. പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് ഓരോ തരം പൊടിക്ക് ഓരോ തരം വെള്ളം നമുക്ക് കൂടുതലും കുറവൊക്കെ ഉണ്ടായിരിക്കും. ഇനി ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മാവൊക്കെ ഈ ഓയിൽ ഒഴിച്ചാൽ. അപ്പോൾ 1 സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തല്ലോ, ആ വെള്ളം ഞാനിതാ ഒരു തവി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മാവ് കുഴക്കുന്ന സമയത്തൊക്കെ എടുക്കാം, അതല്ലെങ്കിൽ പൊടിക്ക് കൂടുതൽ നമുക്ക് മാവ് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല ഹാർഡായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെച്ച് സ്റ്റോക്കാക്കി വെച്ചത്. അപ്പോൾ ഇത് 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഇതിൽ പാകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചില പൊടിയൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പ് നമുക്കതിൻ്റെ ഫിസിൽ ഊരിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വേണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ എടുത്ത് വെക്കാം. അതിന് ശേഷം ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നമ്മുടെ മാവ് അതിലിരുന്നിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുക്കറിൽ മാവ് ഉണ്ടാക്കിയതിന് ശേഷം തന്നെയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നല്ല പൊട്ടിപ്പോകാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുക്കറിൽ മാവ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആ മാവൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി. പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ഒന്ന് കുഴച്ചെടുക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇത്ര പോകുന്ന ഒരു വലിയ ബോൾസ് തന്നെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഇങ്ങനെ ബോൾസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ സൈസൊക്കെ നിങ്ങൾ ഇഷ്ടം, കുറച്ച് കൂടുതലോ കുറവൊക്കെ എടുക്കാം. നമ്മൾ സാധാ പൂവട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി അങ്ങോട്ട് അതേ സ്റ്റെപ്പ് തന്നെ കേട്ടോ ചെയ്യേണ്ടത്. ഇനി പൊരിച്ച പൂവട ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ പഞ്ചസാരയാണ് ഇതിൻ്റെ നമ്മളെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ചിലർ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ചിലവരൊക്കെ കാണാൻ പഴവും അങ്ങനെ വാട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയായിരിക്കും. പിന്നെ അതുപോലെ വേവിച്ചെടുക്കുമല്ലോ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് അധികം നമ്മൾ ശർക്കര ഉപയോഗിക്കേണ്ടത്. ഇനി അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാവ് ഇതേ ഒരു സ്റ്റെപ്പിലായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതാ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ അച്ചിരു ഉണ്ടാകുമല്ലോ, അച്ചിലും ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളെ പ്രസ് ഉണ്ടാവുമല്ലോ, പത്തിരി പ്രസ്, അതിൽ വെച്ചിട്ട് നമുക്ക് അമർത്തിയിട്ട് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൂട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ആക്കിയാൽ നമുക്കൊരു ഡിസൈൻ പോലെയൊക്കെ ഉണ്ടായിരിക്കും. ഇനി അതൊന്നും ചെയ്യുക അല്ലെങ്കിൽ തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഒട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് വെള്ളം ചേർത്തി കൊടുത്ത് ഒന്ന് ഒട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എല്ലാം അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, പൊട്ടാതെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ചിട്ട് നല്ല ചൂടിൽ വരുമ്പോൾ നമുക്കിത് ഇട്ടുകൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. കൂടുതൽ ഇട്ടുകൊടുക്കണം കേട്ടോ. ഒന്നിലായി നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എണ്ണക്കനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഒരു ചെറിയ ഗോൾഡ് ബ്രൗൺ കളർ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരി എടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഒരു ഇടയ്ക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും വേണം. അപ്പോൾ നമ്മൾ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുമ്പോൾ കൂടുതൽ വലിയ ബോൾസൊക്കെ ആയിട്ട് കൂടുതൽ കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അകം വെന്ത് കിട്ടാൻ പണിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പൂവടയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള
സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് പൂവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലേ എന്തുമാത്രം ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുമെന്ന്. കണ്ടോ, നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇതുപോലൊരു പൂവട നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ അപ്പോൾ അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.